ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങൾ ചോദിക്കുന്ന പ്രശ്നങ്ങൾ തീരണ്ടേ? ഞങ്ങളുടെ കൊച്ചിന് പ്രായമായി വരുന്നു, ഇപ്പം തന്നെ 30 വയസ്സായി, ഇനിയിപ്പോൾ എന്ന് പെണ്ണ് കെട്ടാനാ, ഇനി എന്തോ നോക്കി നിൽക്കാനാ? സ്തോത്രം. എന്നൊരു ചോദ്യം വരാതിരിക്കുമോ? ഇനിയും എന്തോ നോക്കി നിൽക്കാനാ? അടുത്ത പേപ്പർ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട് ജപ്തിയാകുക, ഇനി എന്തോ നോക്കി നിൽക്കാനാ? ചോദ്യം വരുമല്ലേ? എന്നാൽ നിങ്ങൾക്ക് സമാധാനത്തിന് ഞാൻ ദൈവവചനം പറഞ്ഞുതരാം, അത് ഏറ്റെടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. റോമർ 8:28 പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഓ, എത്ര നല്ല തിരുവചനമാ! കരമടിച്ച് അതിനെ ഏറ്റെടുത്താട്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, എന്നാൽ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നീ ഇത്രയും നാളും നിന്റെ പ്രശ്നങ്ങൾ എന്നോട് പറയാതിരുന്ന്, അല്ലെങ്കിൽ പറഞ്ഞിട്ടും കെട്ടുപൊട്ടാതെ ഇപ്പം നീ ഒരു വലിയ പ്രശ്നത്തിനകത്ത് നിന്നാലും നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് കൊണ്ട് സകലതും നിനക്ക് നന്നായി കൂടി വ്യാപരിപ്പിച്ചു തരുമെന്ന്. ഓ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒറ്റ വ്യക്തി യഥാർത്ഥമായി ഇതിനകത്തുണ്ടെങ്കിൽ നിനക്കുള്ള പ്രതിഫലം വരാൻ സമയമായി, നിന്റെ വിടുതൽ വരാൻ സമയമായി, അവൻ പ്രവർത്തിക്കുവാൻ സമയമായി. അങ്ങേ അറ്റം വരെ കൊണ്ടിട്ട് കൈവിട്ട് കളയുന്ന ദൈവമല്ല, നീ വീണെന്ന് കാണുമ്പോൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കുന്ന എന്റെ ദൈവമാണ്. അതുകൊണ്ട് അവനിൽ തന്നെ വിശ്വസിക്കുക, അവനിൽ തന്നെ നിലനിൽക്കുക. പ്രൈസ് ദി ലോർഡ്.